തണുപ്പ് മറയ്ക്കാൻ തീയുടെ മുന്നിലിരുന്ന രാജാവ് ദൈവവചനത്തെ തന്നെ തീയിൽ സമർപ്പിച്ചു. കാലാവസ്ഥയെ ജയിച്ചെങ്കിലും വചനത്തെ അംഗീകരിക്കാത്ത ആ രാജഭവനം ഏത്? ഹേമന്തഗൃഹം. ഇരമ്യാവ് 36 22-23 വാക്യങ്ങൾ. മനുഷ്യനും മൃഗങ്ങൾക്കും ഉള്ള ഒന്ന്. എന്നാൽ ഒരു മൃഗത്തിൻ്റെ ഈ ഭാഗം കൊണ്ട് നിർമ്മിച്ച പാർപ്പിടങ്ങൾ ഉള്ളതായി പ്രവചന പുസ്തകത്തിൽ കാണാം. പാർപ്പിടങ്ങളുടെ പേരെന്ത്? ദന്തഭവനങ്ങൾ. ആമോസ് 3-15 വാക്യം. കാട്ടിലല്ലെങ്കിലും കാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വീട്. പ്രകൃതി ഒരുക്കിയ കാട്ടിലെ ഭവനവുമല്ല. ഒരു രാജാവിൻ്റെ ആയുധങ്ങൾ ഈ വീട്ടിൽ സൂക്ഷിച്ചു എങ്കിൽ വീടിൻ്റെ പേരെന്ത്? വനഗൃഹം. 1 രാജാക്കന്മാർ 10-17 വാക്യം. ആധുനിക സ്ത്രീയുടെ പേരിലാണ് ഈ വീട് അറിയപ്പെടുന്നത്. ചൂടുകാലത്താണ് ഈ വീടിൻ്റെ ഉപയോഗം. ഈ വീടിനെ ദൈവം തകർക്കുമെന്ന് പ്രവാചകൻ പറയുന്നു എങ്കിൽ വീടിൻ്റെ പേരെന്ത്? ഗ്രീഷ്മഗൃഹം. ആമോസ് 3-15 വാക്യം. ഒരു ഭവനം. ഇവിടെ താമസിക്കുന്നത് ജീവനുള്ളതൊന്നുമല്ല. ദൈവം വെള്ളങ്ങളുടെ കൂട്ടത്തെ ഈ ഭവനത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവത്തിന് കൊടുക്കുവാനുള്ളതും ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഭവനത്തിൻ്റെ പേരെന്ത്? ഭണ്ഡാരഗൃഹം. സങ്കീർത്തനം 33-7 വാക്യം. നെഹമ്യാവ് 13-12 വാക്യം. തുറക്കാൻ കാവൽക്കാരൻ വേണം. പുറത്തേക്ക് പോകാൻ അനുമതി വേണം. അകത്തിരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷേ ഒരിക്കൽ ദൈവശക്തിയിൽ വാതിലുകൾ സ്വയം തുറന്നു. അത് ഏത് ഭവനം? കാരാഗൃഹം. അപ്പോസ്തലപ്രവൃത്തി 16-25-26 വാക്യങ്ങൾ. ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമുള്ള ഒരു ഭവനം. ഇത് വില കൊടുത്തു വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുകയില്ല. ഒരു പ്രവാചകൻ ഈ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു എങ്കിൽ ഭവനം ഏത്? ദൈവഭവനം. എബ്രായർ 3-2 വാക്യം.